ഹായ് ഗായ്സ്, ഞാൻ നൂറാഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ല അയല കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ അയല എങ്ങനെയാണ് നമുക്ക് തേങ്ങ അരച്ച് കുടംപുളി ഇട്ട് വയ്ക്കുന്നതെന്നാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. നമ്മുടെ മൂവാറ്റുപുഴ സ്റ്റൈലിലാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ അരമുറി തേങ്ങ എടുക്കുന്നുണ്ട്. ചെറിയ തേങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ അരമുറി എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം തേങ്ങ വേണോ അത്ര എടുത്താൽ മതി. അതിലേക്ക് ഒരു 3-4 ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിനാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. അതവിടെ അരച്ചെടുത്ത് കൊണ്ടുവരാം. അതിന് ശേഷം നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 ചെറിയുള്ളിയും എടുക്കാം. ചെറിയുള്ളി നമുക്ക് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ചെറിയുള്ളി താളിച്ചതിന് ശേഷമാണ് കറി വയ്ക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി കൂടി ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഉള്ളിയുടെ കൂടെ കൂട്ടണ്ട, മാറ്റി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ഇഞ്ചിയും ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ട് നിറയെ കറിവേപ്പില വേണം കേട്ടോ. ഞാനിവിടെ അധികം കറിവേപ്പില എടുക്കുന്നുണ്ട്. മീനൊക്കെ ഇവിടെ വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും മീനാണ് വെക്കുന്നത്. ഇത്രയും മീനാണ് കേട്ടോ നമുക്ക് ഈ ഒരു അരമുറി തേങ്ങ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് മീനൊക്കെ വരയിട്ടതിന് ശേഷം ചെറിയ 2 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്കിതുപോലെ വരയിട്ടെടുക്കാം. കാരണം അയല ആയതുകൊണ്ട് തന്നെ മുളകും മഞ്ഞളൊക്കെ ഇതിലേക്ക് പുളിയൊക്കെ ഇതിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാം ഇതുപോലെ വരഞ്ഞെടുക്കാം കേട്ടോ. വരഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ എളുപ്പമായിട്ടുണ്ടാവുക. കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മുളകും മസാലയൊക്കെ പിടിക്കാനായിട്ട് അതാണ് കേട്ടോ നല്ലത്. 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി ചൂടാവാനായിട്ട് വയ്ക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് നല്ലതുപോലെ പൊട്ടിച്ചെടുക്കുക കേട്ടോ. ഈ ഉലുവയും കടുകും പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. എണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് കിട്ടട്ടെ. ഒന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നല്ലതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കറിവേപ്പിലയിട്ട് ടേസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ മീൻ കറിക്ക് വരുന്നത്. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ, ആ ഇഞ്ചി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിന് മുന്നേയായിട്ട് നമ്മളൊരു 2-3 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 3 പച്ചമുളക് വട്ടത്തിൽ കീറിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ചെറിയ പീസസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മിക്സിയുടെ ജാറ് കഴുകി ഇത്രയും വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും വെള്ളം മാത്രം മതിയാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആണ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 3 അല്ലി പുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വലിപ്പമുള്ള പുളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കാരണം ഈ ഒരു അയലക്കൊക്കെ പുളി പിടിക്കണമെങ്കിൽ അത്രയും തന്നെ ഇട്ട് കൊടുക്കേണ്ടി വരും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീനിട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ അഴപ്പ് ഇവിടെ നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നീട് തിളച്ചതിന് ശേഷം ഒരുപാട് കയ്യിലിട്ട് ഇളക്കരുത്. നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ മീൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് നല്ലതുപോലെ വറ്റി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് 2 തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.